രീതിയിലൊരു ബീറ്റ്റൂട്ട് തോരനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആദ്യം തന്നെ ചെറിയൊരു പീസ് സവാള എടുത്ത് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞുള്ളി ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ചട്ടി ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഓയിൽ ഒഴിക്കുകയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സവാളയും കൂടി ഇടുന്നുണ്ട്. അത് നല്ലോണം വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് വരുന്ന കണക്ക്, ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമുക്ക് കൊത്തി വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുള്ളവർ ഇത് നോക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. പക്ഷേ അടച്ച് വെച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങയും 3 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കേട്ടോ. എരിവ് ആവശ്യത്തിന് ഉള്ളവർക്കൊക്കെ ഒരു 2 പച്ചമുളകൊക്കെ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക, ജസ്റ്റ് ഈ ഒരു രീതിക്ക്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് മൂടി തുറന്ന് നല്ലോണം വഴറ്റിയിട്ട് ഈ ഒരു അരപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ജാറിൻ്റെ അളവിൽ തന്നെ നമുക്ക് ഇച്ചിരി ഒരു വെള്ളം ആ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ഈ അടച്ച് വെക്കുന്നതൊക്കെ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുക്കുകയെന്ന് പറയുമ്പോൾ നല്ലോണം ടൈം എടുക്കും, എന്നാലും കുക്കായി വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു ബീറ്റ്റൂട്ടായാലും എന്തായാലും നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഉപ്പ് നോക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇച്ചിരി ആവശ്യം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തുറക്കാം. ബീറ്റ്റൂട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ കുക്ക് ചെയ്തെടുത്ത് ബീറ്റ്റൂട്ട് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം വീട്ടിൽ തന്നെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പി യൂസ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചോറിനോട് കഴിച്ച ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.